ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ പ്രിൻസ് അബ്രഹാം. അപ്പം കുറേ ദിവസങ്ങളായി കുറേ പേര് വെയിറ്റിങ്ങിലാണെന്നറിയാം. ചിലരെനിക്ക് മെസ്സേജൊക്കെ അയച്ചായിരുന്നു, കട്ട വെയിറ്റിംഗ് ആണ്. ഓക്കെ, ബാങ്ക് അപ്പോയിൻമെൻറ്റ് അക്കൗണ്ട് ഓപ്പണായി. അപ്പം 23-ാം തീയതി ആയിരുന്നു അപ്പോയിൻമെൻ്റ് ഉണ്ടായിരുന്നത്. അന്ന് ഞാൻ പോയിരുന്നു. അവിടെ എനിക്ക് അക്കൗണ്ട് ഓപ്പൺ ആയില്ല. അവർ എല്ലാം ചെയ്തു, പക്ഷെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. ടെക്നിക്കൽ ഇഷ്യൂ ആണെന്നാണ് പറഞ്ഞത്. എന്നിട്ട് അവർ പറഞ്ഞു അടുത്ത ദിവസം തന്നെ ഞായറാഴ്ച എന്നോട് വരാൻ പറഞ്ഞു. ഏറ്റവും ബാങ്ക് തുറക്കുമ്പോൾ തന്നെ വരാൻ പറഞ്ഞു, വിത്തൗട്ട് അപ്പോയിൻമെൻറ്റ്. സോ അന്ന് ഞാൻ പോയി, എൻ്റെ അക്കൗണ്ട് ഓപ്പണായി. ഓക്കെ, അപ്പോൾ എനിക്ക് ഇവിടെ 2-3 കാര്യങ്ങളാണ് നിങ്ങളോട് പറയാനുള്ളത്, എൻ്റെ ഒരു അനുഭവം. കാരണം ഞാൻ ഈ പ്രാവശ്യം അക്കൗണ്ട് ഓപ്പൺ ആക്കാൻ നേരത്ത് തന്നെ ഞാൻ വിചാരിച്ചിരുന്നത് ഏറ്റവും ടഫസ്റ്റ് രീതിയിലായിരിക്കണം. കാരണം അങ്ങനെയൊക്കെ വന്നാലല്ലേ നമുക്ക് അതിൻ്റെ എന്തൊക്കെ പ്രോബ്ലമാണെന്ന് മനസ്സിലാക്കി അത് പറയാൻ സാധിക്കുകയുള്ളൂ. അപ്പം ഞാനിവിടെ കണ്ടത് ഒന്നാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആദ്യത്തെ എനിക്ക് കിട്ടിയ സ്റ്റാഫ് എന്ന് പറയുന്നത് അവർക്ക് ഇതിനെക്കുറിച്ച് ഒരു നോളേജ് ഇല്ല. കാരണം ഒന്നാമത് അവർക്ക് ഇംഗ്ലീഷ് അറിയില്ല, ഹീബ്രു മാത്രമേ അറിയുള്ളൂ. സോ ഞാൻ കുറേ ബുദ്ധിമുട്ടിയായിരുന്നു. ഗൂഗിൾ ട്രാൻസ്ലേറ്റൊക്കെ വെച്ചാണ് അവിടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്തത്. പിന്നെ അവർ ഇംഗ്ലീഷ് അറിയാവുന്നവരെ വിളിക്കുന്നു, അങ്ങനെയൊക്കെ. ഒന്നാമത്തേത് സ്റ്റാഫിൻ്റെ അറിവില്ലായ്മ നമുക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. കാരണം അവർക്ക് എങ്ങനെയാണ് അക്കൗണ്ട്, ഫോറിൻ സിറ്റിസൻ്റെ അക്കൗണ്ട് എങ്ങനെയാണ് ഓപ്പൺ ആക്കേണ്ടതെന്ന് പോലും അവർക്കറിയില്ല. പിന്നെ എക്സ്പീരിയൻസ് ഉള്ള ആളിനോട് ഡിസ്കസ് ചെയ്താണ് എൻ്റെ അക്കൗണ്ട് ഓപ്പൺ ആക്കിയത്. ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ ഡോക്യുമെൻറ്റിൻ്റെ കാര്യം. പലർക്കും പല രീതിയിലാണ് ഡോക്യുമെൻ്റ് വരുന്നത്. ഇപ്പോൾ എന്നോട് 2-3 പേര് എന്നെ വിളിച്ചിട്ട് ഇത് അക്കൗണ്ട് ഓപ്പൺ ആക്കിയ കാര്യം സംസാരിച്ചായിരുന്നു. അവരോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് ഒരാളുടെ കയ്യിൽ നിന്ന് പാസ്പോർട്ടും വിസയും പിന്നെ പാൻ കാർഡിൻ്റെ നമ്പർ മാത്രമേ ചോദിച്ചുള്ളൂ. അന്ന് തന്നെ അവരുടെ അക്കൗണ്ട് ഓപ്പണായി. ഇനി ഒരാളോട് പാസ്പോർട്ട്, വിസ, ഏജൻസി രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് കൂടാതെ പാൻ കാർഡിൻ്റെ കോപ്പി, ഇത്രയും ചോദിച്ച് അവരുടെ അക്കൗണ്ടും സെയിം ഡേ തന്നെ ഓപ്പണായി. പക്ഷേങ്കിൽ എൻ്റെ കേസിൽ എന്നോട് പാസ്പോർട്ട്, വിസയുടെ കോപ്പി, ഏജൻസി രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് കൂടാതെ ബോർഡർ സെക്യൂരിറ്റി കൺട്രോളിൻ്റെ ഒരു ചീട്ട്, അത് ഞാനിവിടെ ഡിസ്പ്ലേ ചെയ്യാം, പിന്നെ പാൻ കാർഡ്, ഇത്രയാണ് എനിക്ക് വേണ്ടി വന്നത്. അപ്പം ഞാൻ ഇത് എന്തുകൊണ്ടാണെന്ന് ഞാൻ നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായത്, എൻ്റെ പാസ്പോർട്ട് ഞാനിവിടെ റിന്യൂ ചെയ്തായിരുന്നു. അതിനുശേഷം ഞാൻ നാട്ടിലേക്ക് പോയില്ല. അതായത് നമ്മൾ നാട്ടിൽ നിന്ന് എയർപോർട്ടിൽ നിന്ന് വരുന്ന സമയത്ത് നമുക്കവിടെ ചെക്കിങ്ങും കാര്യങ്ങളും ഉണ്ടല്ലോ, അവിടെ നമുക്ക് ഈ സ്ലിപ്പ് അടിച്ച് തരും. അതാണ് ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിൻ്റെ ഒരു നമ്മളിങ്ങോട്ട് ഇസ്രായേലിലേക്ക് വന്നു എന്നുള്ള തെളിവിൻ്റെ അവിടെ എൻ്റർ ആവും. ആ സ്ലിപ്പാണ് ഇവർ ചോദിച്ചത്. കാരണം ആ സ്ലിപ്പിൽ എൻ്റെ പഴയ പാസ്പോർട്ടിൻ്റെ നമ്പറാണ് കിടക്കുന്നത്. ഇവിടെ വെച്ച് ഞാൻ പാസ്പോർട്ട് റിന്യൂ ചെയ്തപ്പോൾ പിന്നെ റിന്യൂ ചെയ്യുകയും ചെയ്തു. എൻ്റെ വിസ കാര്യങ്ങൾക്കൊക്കെ പുതിയ പാസ്പോർട്ടാണ് കൊടുത്തത്. അപ്പോൾ ബോർഡർ സെക്യൂരിറ്റിയിൽ പഴയത് തന്നെ കിടക്കുകയാണ്. അപ്പോൾ അവർക്ക് കമ്പ്യൂട്ടറിൽ എൻ്റെ പുതിയ പാസ്പോർട്ടിൻ്റെ നമ്പർ അടിച്ചിട്ട് കിട്ടുന്നില്ല. അതിനാണ് അവർ ചോദിച്ചത് ഇതെന്താണ് സംഭവം എന്ന് അറിയാനായിട്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം നോക്കുക. അങ്ങനെ പാസ്പോർട്ടിൻ്റെ റിന്യൂവൽ ഇഷ്യൂസ് ഉള്ളവർ ഈ ബോർഡർ സെക്യൂരിറ്റി കൺട്രോളിൻ്റെ ചീട്ടും കരുതിക്കൊള്ളുക. പിന്നെ അടുത്തതായിട്ട് എനിക്ക് ഫേസ് ചെയ്ത ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവർ പ്രിൻ്റ് ഔട്ട് തന്നിട്ട് കുറേ സൈൻ ചെയ്യിക്കും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ആ പ്രിൻ്റ് ഔട്ടിൽ ഉള്ള പേരുകളൊക്കെ സെയിം ആണോ എന്ന് നോക്കുക. അതായത് എൻ്റെ ഒരു പേപ്പറിനകത്ത് പേരൊക്കെ കൃത്യമായിരുന്നു, കറക്റ്റായിരുന്നു. ഓക്കെ, അതിനുശേഷം ഞാൻ വേറെ പേപ്പറിനകത്ത് സൈൻ ചെയ്യാൻ പോയപ്പോഴത്തേന് അവിടെ എനിക്ക് സംഭവിച്ചതെന്നു വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ പേരിനകത്ത് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നു. അപ്പോൾ അത് അന്നേരം തന്നെ അവരോട് പറഞ്ഞ് അന്നേരം തന്നെ അവരെ കൊണ്ട് അത് തിരുത്തിച്ച് പുതിയ പ്രിൻ്റ് ഔട്ട് എടുത്ത് സൈൻ ചെയ്തു. നമ്മളത് അന്നേരം ശ്രദ്ധിച്ചില്ല എങ്കിൽ പിന്നീട് അത് ബുദ്ധിമുട്ടാവും. കൂടാതെ നമ്മുടെ മൊബൈൽ നമ്പറും ശരിയാണോ എന്ന് നോക്കുക. ഇത്രയും കാര്യങ്ങളാണ് നമ്മളവിടെ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ അടുത്തത് എനിക്ക് ഫേസ് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഡെബിറ്റ് കാർഡിൻ്റെ ഇഷ്യൂ ആണ്. ഡെബിറ്റ് കാർഡ് വേണമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇല്ല, നിങ്ങൾക്ക് ഡെബിറ്റ് കാർഡ് തരാൻ പറ്റില്ല, നിങ്ങൾക്ക് ഡെബിറ്റ് കാർഡ് അലൗഡ് അല്ല എന്ന് പറഞ്ഞു.
ഇല്ല, അലൗഡാണ്. എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഡെബിറ്റ് കാർഡ് കിട്ടി. ബാങ്ക് അപ്പോയിൻമെൻറ്റിൽ എൻ്റെ കുറേ ഫ്രണ്ട്സ് അക്കൗണ്ട് എടുത്തിട്ടുണ്ട്, അവർക്ക് കിട്ടി എന്ന് പറഞ്ഞിട്ട് പോലും അവിടെ ഇരിക്കുന്ന സ്റ്റാഫ് പറയുന്നത് ഇല്ല, നിങ്ങൾക്ക് കിട്ടില്ല, അങ്ങനെ ഒരു സംഭവം ഇല്ല എന്നാണ് പറയുന്നത്. അപ്പം എന്നിട്ട് അവർ പറഞ്ഞു ഇല്ല, നിങ്ങൾക്ക് ഞങ്ങൾ ഫ്രീ കാർഡ് തരുന്നുണ്ടെന്ന് പറഞ്ഞു. ഫ്രീ അവരുടെ ഒരു ATM കാർഡ് പോലത്തെ ഒരു സാധനം ഫ്രീ ആയിട്ട് തരുന്നുണ്ട്. അതിന് മന്ത്ലി ഫീ ഒന്നുമില്ല, അത് ഫ്രീ ആണ്. നിങ്ങൾക്ക് ATMൽ നിന്ന് ക്യാഷ് എടുക്കാനും ക്യാഷ് ഇടാനും ഒക്കെ അത് ഉപകാരപ്പെടും, അതാണ് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ പറഞ്ഞു ഇല്ല, ഞാൻ വേണമെങ്കിൽ അത് കാണിച്ചു തരാം, എൻ്റെ ഫ്രണ്ട്സിനൊക്കെ കിട്ടിയെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വാട്സപ്പ് എനിക്ക് അയച്ചു തന്ന ഡെബിറ്റ് കാർഡിൻ്റെ ഫോട്ടോ ഞാൻ അവരെ കാണിച്ചു കൊടുത്തത് കൊണ്ട് എൻ്റെ ഫ്രണ്ട്സിന് കിട്ടിയതാണ്, ഇന്ത്യൻ സിറ്റിസന് കിട്ടിയ കാർഡാണ് ഇത്, ഞങ്ങൾക്ക് കിട്ടുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ തറപ്പിച്ച് പറഞ്ഞുകൊണ്ടിരുന്നപ്പം കുറേ നേരം ഞാൻ അവരോട് പറഞ്ഞു കേട്ടോ. പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് എന്നിട്ട് ഞാൻ അവസാനം ചോദിച്ചു, ഞാൻ ഇന്ന് ഓക്കെ എന്നാൽ പിന്നെ ഞാൻ ഇത് ആരോട് ചെന്ന് ചോദിക്കണം, എനിക്കിത് കിട്ടണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. അപ്പോഴാണ് അവിടുന്ന് സ്റ്റാഫ് എഴുന്നേറ്റിട്ട് അപ്പുറത്ത് ആരോടോ സീനിയറിനോട് പോയി ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു എനിക്ക് കിട്ടും എന്ന് പറഞ്ഞു. അപ്പം പിന്നെ വന്നിട്ട് പറഞ്ഞു ഓക്കെ, നിങ്ങൾക്കിത് കിട്ടും, മാസം 7.80, അതായത് 7.80 ഷെക്കൽ ഫീ വരും എല്ലാ മാസവും എന്ന് പറഞ്ഞു. ഓക്കെ, ഞാൻ അഗ്രീഡാണ് എന്ന് പറഞ്ഞു. അങ്ങനെയാണ് എനിക്ക് ഡെബിറ്റ് കാർഡിന് അന്ന് അപ്ലൈ ചെയ്യാൻ പറ്റിയത്. ഇനിയിപ്പോൾ ഒരാഴ്ച കഴിഞ്ഞിട്ട് പോയി മേടിച്ചാൽ മതി. ഓക്കെ, അതാണ് ഒരു കാര്യം. അപ്പോൾ അവിടെ സംഭവിച്ചതെന്നു വെച്ച് കഴിഞ്ഞാൽ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അന്ന് കിട്ടിയ ഒരു സ്റ്റാഫ് എന്ന് പറയുന്നത് ഇതെങ്ങനെയാണ് അക്കൗണ്ട് ഓപ്പൺ ആക്കേണ്ടതെന്ന് അവർക്കൊന്നും അറിയില്ലായിരുന്നു. അതാണ് എനിക്ക് ഇത്രയും ബുദ്ധിമുട്ടുണ്ടായത്, എനിക്ക് 2 തവണ പോകേണ്ടതായിട്ട് വന്നത്. പിന്നെ വേറെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തതായിട്ട് ഈ ഡെബിറ്റ് കാർഡ് ആവശ്യമുള്ളവർ എടുക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാസം 7.80 ഷെക്കൽ അവർ കട്ട് ചെയ്യുന്നതാണ്. ഇൻ്റർനാഷണൽ കാർഡാണ്. എന്നെ സംബന്ധിച്ചോളം ഞാൻ ആ കാർഡ് എടുത്തതെന്ന് വെച്ചാൽ എനിക്ക് വേറെ കാർഡുകളൊക്കെ ഒഴിവാക്കിയിട്ട് ഇത് മാത്രം കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ഇൻ്റർനെറ്റ് ബാങ്കിങ് ഉണ്ടെങ്കിൽ മതിയാവും. കാരണം നമുക്ക് ഓൺലൈനായിട്ട് പൈസ ട്രാൻസ്ഫർ ചെയ്യുന്നതിന് 1.35 ഷെക്കലാണ് വരുന്നത്. പക്ഷേങ്കിൽ അത് നമ്മളിപ്പോൾ ഇമെയിലൊക്കെ പൈസ ഇടുവാണെങ്കിൽ താമസം വരും. കാരണം 24 hours എടുക്കും. നമ്മൾ ഓൺലൈനായിട്ട് പൈസ അയക്കണം, അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കണം, അതിനുശേഷം അവർക്ക് നമ്മുടെ നീമയുടെ ആപ്പിൽ അപ്ലോഡ് ചെയ്യണം. ഇങ്ങനത്തെ ഇഷ്യൂസ് ഉണ്ട്. അപ്പം ഞാൻ ഏതായാലും കാർഡ് എടുത്തപ്പോൾ കാർഡിൻ്റെ പ്രോസസ്സ് അറിയാമല്ലോ, നമ്മൾ ഉപയോഗിച്ച് നമ്മൾ അതിനകത്ത് എന്താ പറയുക, നമ്മൾ അത്രയും ഫെമിലിയറാണ്. അത് ക്വിക്കായിട്ടാകുന്ന ഒരു പ്രോസസ്സാണ്. അതിനും കൂടിയാണ് ഞാൻ കാർഡ് എടുത്തത്. പിന്നെ കാർഡ് ഉണ്ടെങ്കിൽ നമുക്ക് വേറെ കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ആക്കുന്നതിനെക്കുറിച്ചും. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എങ്ങനെയാണ് ഇൻ്റർനെറ്റ് ബാങ്കിങ് ആക്റ്റീവ് ചെയ്യുന്നത് എന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ഇപ്പോൾ തുടർന്ന് നിങ്ങളെ ഞാൻ കാണിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അന്ന് ബാങ്കിൽ ചെന്നപ്പം അവിടെ ഒരു ടോക്കൺ എടുക്കുന്ന മെഷീനുണ്ട്. നമ്മൾ അപ്പോയിൻമെൻ്റ് എടുത്തിട്ടാണ് ചെന്നത്. അപ്പോൾ ടോക്കൺ എടുക്കുന്ന മെഷീനിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, സ്ലിപ്പ് എങ്ങനെയാണ് കിട്ടുന്നത് എന്നൊക്കെയാണ് ഞാൻ ആദ്യമായിട്ട് കാണിക്കുന്നത്. അതിനുശേഷം നമ്മുടെ ബാങ്കിൽ നിന്ന് കിട്ടിയ യൂസർ നെയിമും ടെമ്പററി പാസ്വേഡ് അത് വെച്ച് എങ്ങനെയാണ് നമ്മൾ ലോഗിൻ ആകുന്നതും ആക്റ്റീവ് ആക്കുന്നതൊക്കെ എങ്ങനെയാണെന്നാണ് കാണിക്കുന്നത്. ഓക്കെ, ഈ ടെമ്പററി പാസ്വേഡ് നമ്മുടെ മൊബൈലിലേക്കാണ് SMS ആയിട്ടാണ് കിട്ടുന്നത്. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബാങ്ക് അക്കൗണ്ട് അവിടെ ഓപ്പൺ ആയ ആ നിമിഷം തന്നെ നമ്മുടെ മെസ്സേജിലേക്ക് നമുക്ക് SMS ആയിട്ട് ടെമ്പററി പാസ്വേഡ് വരും. ഈ ടെമ്പററി പാസ്വേഡ് വന്നില്ല എങ്കിൽ അവിടെ വെച്ച് തന്നെ നിങ്ങൾ ചോദിക്കണം. ഓക്കെ, പിന്നെ ഈ ഒരു സംഭവം ടെമ്പററി പാസ്വേഡൊക്കെ കിട്ടിക്കഴിഞ്ഞ് 14 ദിവസത്തിൻ്റെ ഉള്ളിൽ നമ്മൾ ഇത് ചെയ്തില്ല എങ്കിൽ അത് എക്സ്പയർ ആയിപ്പോവും. പിന്നെ നമ്മൾ വിളിക്കേണ്ടി വരും. വിളിക്കുന്നത് പിന്നെ നമുക്ക് ബുദ്ധിമുട്ടാണ്, ഹീബ്രു ഒക്കെയാണ്. അതുകൊണ്ട് പിന്നെ ബാങ്കിലേക്ക് പോകേണ്ടതായിട്ട് വരും. അതെല്ലാം ഒഴിവാക്കാനായിട്ട് വിതിൻ 14 ഡേയ്സിൻ്റെ ഉള്ളിൽ ഇത് ആക്റ്റീവ് ആക്കിയേക്കുക. അപ്പോൾ പിന്നെ പ്രശ്നം വരത്തില്ല. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇതിനെക്കുറിച്ച് കാര്യങ്ങളൊക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അധികം താമസിപ്പിക്കേണ്ട, നമുക്ക് ഈ പ്രോസസ്സിലേക്ക് കടക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ അപ്പോയിൻമെൻ്റ് എടുത്തതിന് ശേഷം നമ്മൾ ബാങ്കിലേക്ക് പോകുമ്പോൾ അവിടെ
ആരോടെങ്കിലും ചോദിച്ചാൽ മതി ടോക്കൺ എടുക്കുന്ന മിഷൻ ഏതാണ്. അവിടെ ചെല്ലുമ്പോൾ ഈ ടോക്കൺ എടുക്കുന്ന മിഷൻ്റെ അകത്ത് താഴത്തെ 3 ലാംഗ്വേജ്, അതിനകത്ത് ഇംഗ്ലീഷ് എന്നത് ക്ലിക്ക് ചെയ്യുക. ഇംഗ്ലീഷ് ക്ലിക്ക് ചെയ്തതിന് ശേഷം അപ്പം ഈ സൈഡിലുള്ളത് കണ്ടോ, ഒന്ന് ID വെച്ച് ലോഗിൻ ആകാനും പിന്നെ പാസ്പോർട്ട് ഉപയോഗിച്ചു. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ഓപ്ഷൻ എൻട്രി യൂസിങ് പാസ്പോർട്ട്, ആ എറോ മാർക്ക് കാണിച്ചിരിക്കുന്ന ആ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ നമ്മുടെ പാസ്പോർട്ട് എൻട്രി ചെയ്ത് കൊടുക്കണം. പ്ലീസ് എൻറ്റർ പാസ്പോർട്ട് നമ്പർ എന്ന് പറയുന്നിടത്ത്. പക്ഷേ എങ്കിൽ നമ്മുടെ ആൽഫാബറ്റ് എൻട്രി ചെയ്യാനില്ലാത്തത് കൊണ്ട് നമ്മൾ തുടക്കത്തിൽ 00 എന്ന് ചേർക്കണം. ഓക്കെ, അതായത് ആൽഫാബറ്റ് ഒഴിവാക്കിയിട്ട് തുടക്കത്തിൽ 00 പിന്നെ നമ്മുടെ പാസ്പോർട്ട് നമ്പർ എൻട്രി ചെയ്യുക, എന്നിട്ട് ഓക്കെ കൊടുക്കുക. അപ്പം ഇതിൻ്റെ നടുക്കൊരു സ്ക്രീൻ വിട്ടുപോയി. അതായത് നമ്മളങ്ങനെ ഓക്കെ കൊടുത്തു കഴിയുമ്പോഴത്തേനും ഇപ്പം എൻ്റെ ടൈമിങ്സ് എന്ന് പറഞ്ഞത് 9:30 ആയിരുന്നു. ഞാൻ അതിന് മുമ്പാണ്, ഒരു 10 മിനിറ്റൊക്കെ മുമ്പ് പോയിട്ടാണ് ഞാനിത് ടോക്കൺ എടുക്കാൻ ശ്രമിച്ചത്. അപ്പം എനിക്കവിടെ എഴുതി കാണിച്ചത് സമയമായിട്ടില്ല എന്നാണ്. അപ്പം ഒരു മെസ്സേജ് വന്നു, ഡു യു വാണ്ട് ടു റിസീവ് SMS ടു യുവർ മൊബൈൽ വെൻ യുവർ അപ്പോയിൻമെൻറ്റ് അപ്രോച്ചസ്. എൻ്റെ കറക്റ്റ് ടൈം ആകുമ്പോൾ എനിക്ക് അപ്പോയിൻമെൻറ്റിൻ്റെ ആ ഒരു മെസ്സേജ് വരണോ വേണ്ടിയൊന്ന് ഞാൻ യെസ് എന്ന് കൊടുക്കുകയാണ് ചെയ്തത്. അപ്പം എൻ്റെ മൊബൈൽ നമ്പർ എൻട്രി ചെയ്യാൻ പറഞ്ഞു. ഞാൻ എൻ്റെ മൊബൈൽ നമ്പർ എൻട്രി ചെയ്തു, എന്നിട്ട് കൺഫേം കൊടുത്തു. കൺഫേം കൊടുത്തു കഴിഞ്ഞപ്പോൾ തന്നെ എനിക്കൊരു വിളിക്കുമ്പോൾ പറയാനുള്ള കോഡാണ്. നമ്മുടെ യൂസർ കോഡ് എന്ന് പറയുന്നത് ഇതാണ്, ആൽഫാബറ്റും നമ്പേഴ്സും ആയിട്ടുള്ളത്. നിങ്ങൾക്കിപ്പോൾ കാണാം, ഏറ്റവും താഴ്വശത്തായിട്ട് ഒരു ബോക്സ് പോലെ ഇതിൽ ഗ്രേ കളറിൻ്റെ അകത്ത് നമ്മുടെ യൂസർ കോഡുണ്ട്. ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ കാണിക്കാം. ആ ഒരു ഇതിൽ നിന്ന് അതാണ് നമ്മുടെ യൂസർ കോഡ് കേട്ടോ. ഓക്കെ, അതാണിപ്പോൾ ഞാൻ അവിടെ എൻ്റർ ചെയ്യാൻ പോകുന്നത്. പിന്നെ പാസ്വേഡ് എന്ന് പറയുന്നത്
ദിവസം ഈ പാസ്വേഡ് വാലിഡ് ആയിരിക്കും, അതായത് ഒരു വർഷം. അതിനുശേഷം ഈ പാസ്വേഡ് നമുക്ക് വീണ്ടും റീക്രിയേറ്റ് ചെയ്യേണ്ടി വരും. അത് നമ്മൾ ബാങ്ക് ദ്വാറിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. പാസ്വേഡ് എക്സ്പയർ ആവും, അത് നമ്മളോട് ആയിട്ട് വീണ്ടും പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാനായിട്ടൊക്കെ പറയും. നമുക്കതിന് മുമ്പും ചേഞ്ച് ചെയ്യാൻ വേണമെന്നുണ്ടെങ്കിൽ 365 ദിവസം, ഒരു വർഷത്തിന് മുമ്പ് നമുക്ക് ഓക്കെ. അതിനുശേഷം ഈ താഴെ കാണുന്ന ഈ ഏറോ മാർക്ക് ഉണ്ടല്ലോ, ഇവിടെ ഒരു
ഏറോ മാർക്ക് കാണുന്നുണ്ട്. അതിൻ്റെ അർത്ഥം കണ്ടിന്യൂ എന്നാണ്. അവിടെ ക്ലിക്ക് ചെയ്യുക. ഓക്കെ. ഇപ്പോൾ വെരിഫിക്കേഷൻ കോഡ് എൻ്റെ മൊബൈലിലേക്ക് വോളിയം താഴെ വന്നു, സെലക്ട് ചെയ്തു.
ഓക്കെ, വീണ്ടും ലോഗിന് വേണ്ടിയിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്തു. അപ്പം വീണ്ടും നമ്മുടെ യൂസർ നെയിമും പാസ്വേഡും ചോദിക്കും. ഞാൻ ഏതായാലും ഇപ്പം ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പോകുന്നില്ല, എനിക്കിപ്പോൾ കാര്യം അതെന്നാന്ന് അറിയാവുന്നതുകൊണ്ട് ഞാൻ ഡയറക്റ്റായിട്ട് എൻ്റെ യൂസർ നെയിമും അടിക്കാൻ പോവാണ്.